നമസ്കാരം, എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ് വന്നത്. എന്താണെന്ന് വെച്ചാൽ, ഞാനിന്ന് പത്രം വായിച്ചപ്പോൾ ഒരു വാർത്ത, വളരെ വേദനിപ്പിക്കുന്ന, മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത ഞാൻ കണ്ടു. ആ വാർത്തയുടെ കൂടുതൽ വിശേഷങ്ങൾ, കാര്യങ്ങൾ അത് വൈകുന്നേരം ഒരു വീഡിയോ ആയിട്ട് ഞാൻ റിലീസ് ചെയ്യുന്നതാണ്. നിങ്ങളത് മുഴുവനായിട്ടും കാണണം. അതിൻ്റെ ചുരുക്കം ഞാൻ പറഞ്ഞു തരാം ഇപ്പം തന്നെ. ആ പത്രത്തിൽ കണ്ട വാർത്ത, പോരാട്ടമാണ് പ്രജിതയുടെ ജീവിതം, അധ്യയനം എന്ന് വേണമെങ്കിൽ പറയാം. പോരാട്ടമാണ് പ്രജിതയുടെ അധ്യയനം എന്ന് പറഞ്ഞാൽ പഠിത്തം. അപ്പം അതാണ് ഹെഡിങ്. ഈ ഹെഡിങ്ങിൻ്റെ, അതായത് കണ്ണൂർ ജില്ലയിലെ ഇരട്ടി പടിയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി +2 വിദ്യാർത്ഥിനിയാണ് ആര്? പ്രജിത. അപ്പോൾ ഈ പ്രജിതയുടെ വിശേഷമാണ് ഇന്ന് മലയാള മനോരമയിൽ വന്ന വാർത്ത. അപ്പോൾ ഈ വാർത്ത ഇപ്പോൾ ഏതാണ്ട് കണ്ണൂർ ജില്ലയിലെല്ലാം മൊത്തം എത്തിയായിരിക്കും എന്നെനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ വാർത്ത കണ്ടവരാണെങ്കിൽ ആ കുടുംബത്തിനെ സഹായിക്കുക എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. അപ്പോൾ ഈ വാർത്ത കണ്ടപ്പം എനിക്കും ഒരുപാട് സഹായങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനെല്ലാം പണ്ട് കാലങ്ങളിൽ ഒരുപാട് എന്നെക്കൊണ്ടാവുന്ന തരത്തിൽ സഹായങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ വാർത്ത കണ്ടപ്പം എനിക്ക് വല്ലാതെ മനസ്സിന് വേദന ഉണ്ടായി. ഈ വാർത്തയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. പറ്റുമെങ്കിൽ ഒരു കൈ സഹായം, ഇവരെ ഫോൺ നമ്പറോ അഡ്രസ്സോ ഒന്നുമില്ല, ഈ പത്രത്തിൽ വന്ന വാർത്തയാണിത്. അപ്പം നിങ്ങൾ എന്ത് വേണമെന്ന് വെച്ചാൽ അവിടെ പോകണം. പടിയൂർ, കണ്ണൂർ ഇരട്ടി പടിയൂരാണ് സ്ഥലം. പടിയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് +2 വിദ്യാർത്ഥിനി. അതായത് വീടില്ല, സ്വന്തമായിട്ട് സ്ഥലമില്ല, പുറമ്പോക്കിൽ ഷീറ്റ് കെട്ടിയിട്ടാണ് താമസം. അച്ഛനും അമ്മയും 2 പെൺകുട്ടികളുമാണ്. ഒന്ന് 10ാം ക്ലാസ് പഠനം നിർത്തി നിൽക്കുന്നു, രണ്ടാമത്തത് പ്രജിത +2 പഠനം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ വിശേഷങ്ങളാണ് എന്തൊക്കെയാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, അച്ഛനും അമ്മയില്ലേന്ന്. അമ്മ ഒരു കൈയും ഒരു കാലും തളർന്ന് കിടപ്പിലാണ്. ആലോചിച്ച് നോക്കൂ, അച്ഛന് വരുമാനം വളരെ കുറവ്, എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു ചിന്തയിലാണ് ഉള്ളത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുക. ഞാൻ വൈകുന്നേരം ഇതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. എല്ലാവരും സഹായം ചെയ്യുക. അവർക്ക് വേണ്ടുന്ന ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ.